അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, ചാവക്കാട് എടക്കഴിയൂരിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോലീസ് അന്വേഷണവും അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലൊക്കെ വളരെ അധികം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യാജ അക്യുപഞ്ചർ ചികിത്സയുടെ ഫലമായി അമ്മയും കുഞ്ഞും മാതാവും കുഞ്ഞും മരണപ്പെട്ട ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. തിരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അക്യുപഞ്ചർ അക്കാഡമി എന്ന് പറയുന്ന ഷുഹൈബ് റിയാലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വ്യാജ തട്ടിപ്പ് സംഘം അവരുടെ ഈ ബ്രെയിൻ വാഷിൽ പെട്ട് ഒരുപാട് പേര് ഇതുപോലെ ചികിത്സയ്ക്ക് വിധേയമാകുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചികിത്സകർ ഇതുപോലുള്ള അപകടകരമായ ചികിത്സ ചെയ്തിട്ട് രോഗികൾക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. മുമ്പ് മലപ്പുറത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്തൊക്കെ ഇതുപോലെ ഗർഭിണികൾ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. യാതൊരു സംവിധാനങ്ങളും ഇല്ലാത്ത, യാതൊരു അറിവോ പരിചയവുമില്ലാതെ പ്രസവം എടുക്കുക, അതുപോലെ പ്രസവത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും നൽകാതിരിക്കുക, സർക്കാർ നിർദ്ദേശിക്കുന്ന യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടത്. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ അതിൽ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാനി സ്വദേശിയായ ബഹുമാന്യനായ ഹംസത്ത് അദ്ദേഹം CIക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ CI ആ പരാതി സ്വീകരിച്ചില്ല, FIR ഇടാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അത്ര ഗൗരവമായിട്ട് അവർ കണ്ടില്ല എന്നുള്ളതാണ്. അന്ന് അവർ ആ പരാതി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ യുവതിയെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മാനെ പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ യുവതി അപ്പം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രംഗം കാണുകയും അറ്റ്ലീസ്റ്റ് അവരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പ്രസവത്തോടനുബന്ധിച്ച് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും പ്രസവത്തോടനുബന്ധിച്ച് അവർക്കുണ്ടായിട്ടുള്ള മുറിവുകൾ, മറ്റു കാര്യങ്ങൾ, അതുപോലെ അവരെ തീ പൊള്ളിച്ചതോ മറ്റായിട്ടുള്ള പാടുകളൊക്കെ പഴുത്ത് വ്രണമായി ചലമായി അതിൽ പുഴുക്കൾ വരുന്ന അവസ്ഥയായി അവരുടെ ഗർഭാശയത്തിലും അതിനകത്ത് ഒക്കെ ഒരുപാട് ഇൻഫെക്ഷൻ ഉണ്ടായി. അങ്ങനെ ലാസ്റ്റ് അവർ മരണത്തോട് മല്ലടിക്കുന്ന സമയത്താണ് അവരുടെ മാതാപിതാക്കൾ ആ കുട്ടീനെ കാണാൻ പോവുകയും ഈ അവസ്ഥ കണ്ട് അവരെ നിർബന്ധിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തത്. ഇവിടെ നമ്മൾ പറയാനുള്ളത്, ആ സ്ത്രീയും ഭർത്താവും ഒരേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നുള്ള വാശിക്കാരാണ്. അല്ല, സ്ത്രീയെ അവിടെ കെട്ടിയിട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നതല്ല. രണ്ടുപേരും ബ്രെയിൻ വാഷ്ഡാണ്. അതായത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ല, അത് ഹറാമാണ് എന്നുള്ള അവസ്ഥയിലാണ് ഇവരുള്ളത്. അങ്ങ് ആ രൂപത്തിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവരങ്ങനെ കിടന്നിരുന്നത്. എന്തായാലും അവർ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്ക് അവിടെ എത്തി അവർക്ക് ഒരുപാട് കുഴപ്പങ്ങൾ ശരീരത്തിലുണ്ടായിരുന്നു. മഗ്നീഷ്യം കുറവ്, സോഡിയം കുറവൊക്കെ, അതൊക്കെ കയറ്റി അവരൊന്ന് പൂർവ്വനിലയിലേക്ക് കൊണ്ടുവരാൻ ഹോസ്പിറ്റലുകാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവരങ്ങനെ മരണപ്പെട്ടു. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിദാരുണമായ കാര്യങ്ങളാണ് അതിലൊക്കെ ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടുകാർ. അതിൻ്റെ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടു. ഈ ചർച്ച ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇതിൽ കാര്യമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ ഇതെന്തോ ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്, മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പേര് കണ്ടു. ഇത് തീർത്തും അബദ്ധമാണ്. അഥവാ ഇസ്ലാമുമായിട്ട് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. മരിച്ചത് മുസ്ലിം പേരുള്ള ഒരു സ്ത്രീ, മുഹ്സിന എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇതിൽ പ്രതിയെ ചേർക്കപ്പെട്ടുള്ളത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു ഭർത്താവാണ്. ഇതിന് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടുള്ള ഷുഹൈബ് റിയാലു എന്ന് പറയുന്ന മുസ്ലിമാണ്. മറ്റ് അതിൻ്റെ പ്രൊമോട്ടർമാരൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്, മുസ്ലിങ്ങളാരും ചികിത്സ നൽകാത്തവരാണ് എന്നുള്ള വാദം ശരിയല്ല. അത് ബുദ്ധിയുള്ള ഒരാളും പറയില്ല, അറിയില്ല, അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു ആയുധമായിട്ട് അവർ മുസ്ലിങ്ങളൊക്കെ എങ്ങനെയാണ്, മുസ്ലിങ്ങളും ചികിത്സ നൽകാത്തവരാണ്, മുസ്ലിങ്ങളിങ്ങനെ കെയർലെസ് ആയിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരാണെന്നുള്ളതാണ്. സത്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് ഈ വിഷയത്തിൽ. സ്വന്തം ശരീരത്തിനോ മറ്റുള്ളവരുടെ ശരീരത്തിനോ ഒരു ഉപദ്രവം ഉണ്ടാക്കരുത് എന്നാണ് ഇസ്ലാമിൻ്റെ തത്വം. ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ അത് ഈ മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷിച്ചതിന് തുല്യമാണെന്നും ഒരാളെ കാരണമായി ജീവൻ അപകടപ്പെടുത്തിയാൽ അല്ലെങ്കിൽ കൊന്നാൽ അത് മുഴുവൻ മനുഷ്യരാശിയെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്നും വ്യക്തമായി പറഞ്ഞതാണ് ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ചികിത്സിക്കുക, നിങ്ങൾ രോഗം വന്നാൽ ഏതൊക്കെ നിങ്ങൾക്ക് സാധ്യമാവുന്ന രൂപത്തിൽ ചികിത്സിക്കുക എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്നിപ്പം ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് തന്നെ ഇസ്ലാമികമായി ശരിയായി നടപ്പിലാക്കുന്ന സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെയും ഹോസ്പിറ്റലുകളുണ്ട്. അവിടുത്തെ ചികിത്സാ സംവിധാനം തന്നെ അതാണ്. അവിടെ പോയിട്ട് ഇവരുടെ വാദം പറഞ്ഞാൽ അവർ നേരെ പിടിച്ച് അകത്തിടും. സൗദി അറേബ്യ മാത്രമല്ല, UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, എവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെയും ചികിത്സകൾ, എന്തൊക്കെ എന്താ പറയുക, ആധുനികമായ ചികിത്സകൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നൽകാൻ സാധിക്കും അതൊക്കെ അവർ നൽകുന്നുണ്ട്. അതിനൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരിക്കലും രോഗം ഉണ്ടായാൽ അള്ളാഹു ഷിഫയാക്കും, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത്ര ചികിത്സിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ സൂചി ചികിത്സ മതി, വേറൊന്നും വേണ്ട എന്ന് പറയുന്ന അവരാരും ഇരിക്കുന്നില്ല.
മാത്രമല്ല സൗദി അറേബ്യയുടെയും അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിലേക്ക് കൺട്രിയിലൊക്കെയുള്ള ഫത്വകൾ നമ്മൾ വായിച്ചാൽ വാക്സിൻ കൊടുക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ പിടിച്ച് അകത്തിടാനാണ് പറഞ്ഞത്. അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ചികിത്സ പാടില്ല എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുകയാണ്, ഞാൻ തവക്കുൽ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമായി തെറ്റാണെന്നാണ് അവരൊക്കെ ഫത്വ ഉറപ്പിച്ചിട്ടുള്ളത്. സാധ്യമായ മനുഷ്യൻ്റെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള എന്തൊക്കെ ചികിത്സകളുണ്ടോ ആ ചികിത്സകളൊക്കെ നിങ്ങൾ സ്വീകരിക്കുക. ശേഷം അള്ളാഹുവിൽ തവക്കലാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക. നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്, ഹറാമായ ചികിത്സകൾ ചെയ്യരുതെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനൊരു രോഗം വന്നാൽ അവൻ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള എല്ലാ സാധ്യമായ ചികിത്സകളും അത് നൽകുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ മതം, ഇസ്ലാമിൻ്റെ നിലപാട്. അതുകൊണ്ട് ഇവരുടെ ഈ നിലപാടുമായിട്ട് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ അക്യുപഞ്ചർ, ഈ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ, ഷുഹൈബ് റൂഹാലിൻ്റെ വ്യാജ അക്യുപഞ്ചർ, അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഏത് രോഗം വന്നാലും, അതിന് എന്തൊക്കെ രോഗം വന്നാലും, ചെറിയ ത്വക്ക് രോഗം മുതൽ അഥവാ അലർജി മുതൽ അങ്ങോട്ട് ജലദോഷം, പനി തുടങ്ങി ക്യാൻസർ, ബ്രെയിൻ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ തുടങ്ങി ആക്സിഡൻറ്റ് എന്തൊക്കെ ഉണ്ടോ, കൈയൊക്കെ മുറിഞ്ഞു പോയാലും ഒക്കെ അതൊക്കെ വെറുതെ ശരിയായിക്കോളും. കൂട്ടത്തിൽ നമ്മുടെ സമ്പൂർണ്ണ ചികിത്സയായ ഈ അക്യുപഞ്ചർ മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് അപകടകരമായ വാദമാണ്. ലോകത്ത് മറ്റൊരു ചികിത്സാ ശാഖക്കും, അത് അലോപ്പതി ആവട്ടെ, ആയുർവേദമാകട്ടെ, ഹോമിയോപ്പതി ആവട്ടെ, നാച്ചുറോപ്പതി ആവട്ടെ, വേറെ ഒരു ചികിത്സാ ശാഖക്കും ഈ അബദ്ധമില്ല. നിങ്ങളൊരു ആക്സിഡൻറ്റ് പറ്റിയ ഒരു രോഗിയെ, കയ്യും കാലൊക്കെ മുറിഞ്ഞ് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന രോഗിയെ ഹോമിയോപ്പതി ക്ലിനിക്ക് കൊണ്ടുപോയി നോക്കിയാൽ അവർ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും. നിങ്ങൾ അതേ ആക്സിഡൻ്റ് ഉണ്ടായ ഒരാളെ കൊണ്ടുപോയിട്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയാൽ അവർ പറഞ്ഞു നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ഇത് എന്താണോ അവർക്ക് സാധിക്കുന്നത് അത് മാത്രം അവരെടുക്കുകയും അല്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടി നീഡിൽ അക്യുപഞ്ചറുകാരും ഇതുപോലെ തന്നെയാണ്. അവർക്ക് സാധിക്കുന്നത് അവർ ചെയ്യും. അതിനപ്പുറത്തേക്കുള്ളത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആയുർവേദം കാണിച്ചോളൂ, നിങ്ങൾ ഹോമിയോപ്പതി കാണിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ റെഫർ ചെയ്യാണ് പതിവ്. ഇതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക. ഇതാണ് എല്ലാ ചികിത്സകളും ചെയ്യേണ്ടത്. എന്നാൽ ഷുഹൈബ് റൂഹാലിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബ്രെയിൻ വാഷിംഗ് ടീം ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ രോഗത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഈ സാധനമുണ്ട്. നമ്മുടെ ചാത്തൻ സേവ നടത്തി പോയ പോലെ എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് പറഞ്ഞ പോലെ പരിഹാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചികിത്സ സ്വീകരിക്കുക, അനങ്ങാതിരിക്കുക. അങ്ങനെ ക്യാൻസർ വന്നവരും അതുപോലെ തന്നെ മാരകമായ കിഡ്നി ഫെയിലിയർ ആയവരൊക്കെ എന്ത് ചെയ്യുക, ഈ രോഗം ബാധിച്ച് ചികിത്സ ലഭിക്കാതെ മരണപ്പെടുന്ന അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു രംഗത്താണുള്ളത്. അതുകൊണ്ട് ഇസ്ലാമുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്, ഇവർ ഈ കമൻറ്റുകളിലൊക്കെ എഴുതി പിടിപ്പിക്കുന്നൊരു കാര്യമാണ് അക്യുപഞ്ചർ എന്നുള്ളത് ലോകം അംഗീകരിച്ചതാണ്. അക്യുപഞ്ചർ മായോ ക്ലിനിക്കിൽ വരെയുണ്ട്, അമേരിക്കയിലെ മായോ ക്ലിനിക്കിൽ വരെയുണ്ട്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ 2ാമത്തെയോ 3ാമത്തെയോ ചികിത്സാ ശാസ്ത്രമാണ്, എല്ലാവരും അംഗീകരിച്ചാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങളോട് പറയാനുള്ളത്, ഇത് പറയുന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ സാറാനെ കാണിച്ചിട്ട് സൂറാനെ കെട്ടിക്കരുത്. സാറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെളുപ്പും ഭംഗിയൊക്കെ ഉള്ളൊരു പെണ്ണായിരുന്നു. പെണ്ണാണെന്ന ആളിനെ വിളിച്ചിട്ട് സാറാനെ കാണിച്ചു. സാറാനെ കാണിച്ചിട്ട് ചെക്കൻ ഇഷ്ടപ്പെട്ടു പോയി. കല്യാണത്തിൻ്റെ അന്ന് നിക്കാഹിന് പന്തലിരുന്നപ്പോൾ പെണ്ണിനവിടെ കാണൂലല്ലോ, വാപ്പല്ലേ കൈ കൊടുക്കുക. വാപ്പ കൈ കൊടുത്തപ്പോൾ പറഞ്ഞു എൻ്റെ മകൾ സൂറാനെ നിനക്ക് ഞാൻ നിക്കാഹി തന്നിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് സാറയും സൂറും ചെറിയ വ്യത്യാസമുള്ളത് മനസ്സിലായില്ല പാവപ്പെട്ടാൻ. അവന് നിങ്ങൾ എനിക്ക് കല്യാണം ചെയ്ത് തന്നതിന് എൻ്റെ മകളുടെ സൂറാനെ നിക്കാഹി തന്നെ ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞു. അവൻ ആ സാറാ സൂറ എന്നുള്ള വ്യത്യാസം മനസ്സിലായില്ല. കണ്ടത് സാറാനെയാണ്, നിക്കാഹി തീർത്ത് സൂറാനെയാണ്. രാത്രി മണിയറ ചെന്നപ്പോഴാണ് അവർക്ക് അബദ്ധം മനസ്സിലായത്. സൂറ വന്നപ്പോൾ വിരൂപയായ ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒറിജിനൽ അക്യുപഞ്ചറിൻ്റെ ആ ഗ്യാപ്പിൽ അതിൻ്റെ കൂടെ പോണ വഞ്ചിക്കൊരു ഉന്ത് എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ അതിൽ കൂടുതൽ നിങ്ങൾ ചാടിക്കയറാൻ ശ്രമിക്കരുത്. നിങ്ങൾ വ്യാജ അക്യുപഞ്ചറാണ്. നിങ്ങൾ അക്യുപഞ്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഒറിജിനൽ അക്യുപഞ്ചർ, ചൈനീസ് TCM എന്നൊക്കെ പറയുന്ന ഒറിജിനൽ അക്യുപഞ്ചർ ഒരു രോഗിയുടെ ഒരു പ്രാക്ടീഷണറുടെ അടുത്ത് പോയിട്ട് അവർ 3 കൊല്ലമോ 5 കൊല്ലമൊക്കെ ഡിപ്ലോമ ആ നിലക്ക് ശാസ്ത്രീയമായി പഠിക്കുന്നവരാണ്. അവരെടുത്ത് പോയിട്ട് നിങ്ങൾ പറയുക എനിക്ക് ബ്രെയിൻ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ചികിത്സ ഉണ്ടോ? അവർ പറഞ്ഞു ചികിത്സയില്ല. എനിക്ക് ഹാർട്ട് അറ്റാക്കാണ്, ബ്ലോക്ക് ഉണ്ട്, ചികിത്സ ഉണ്ടോ? ചികിത്സയില്ല. എനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ തല പൊളിഞ്ഞിട്ടുണ്ട്, ഒരു 25 സ്റ്റിച്ചുണ്ട്, ഒരു രോഗമാണ്, രക്തം വാർന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ അക്യുപഞ്ചർ ശരിയാവുമോ? ശരിയാവില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോക്കുമെന്ന് പറയാം. ഷുഹൈബ് റൂഹാൽ ടീമിൻ്റെ അടുത്ത് 6 മാസം പഠിച്ചിറങ്ങുന്ന ഈ ഉഡായ്പ അക്യുപഞ്ചർ ടീമിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയാം എനിക്ക് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്താ നമ്മൾ ചികിത്സിക്കാറോ എന്ന് പറഞ്ഞ് 250 ഉറുപ്പ്യ വാങ്ങി ഈ തട്ടും തട്ടി ഈ കുത്തും കുത്തി അവരെന്ത് ചെയ്യും, അത് ചികിത്സിക്കാൻ ധൈര്യപ്പെടും. ഇതാണ് രണ്ടും നമ്മുടെ വ്യത്യാസം. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒറിജിനൽ അക്യുപഞ്ചറുകാർ ഇപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളാണ് അക്യുപഞ്ചറുള്ളത്. ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമായിട്ട് അക്യുപഞ്ചറുണ്ട്. അപ്പോൾ വേദന പോലുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ
ഒരു സൈഡായിട്ട് അവർ അക്യുപഞ്ചർ ചികിത്സ നടത്തുന്നുണ്ടെന്നുള്ളത്. അത് ഹോസ്പിറ്റലിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ പാടില്ല, ഹോസ്പിറ്റലിൽ കൊലാലയമാണ് എന്ന്, കൊലോപ്പതിയാണ് എന്ന് പറയുന്ന ആളുകളാണ് സിംഗിൾ നീഡിലാർ. പിന്നെ അവരും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതുകൊണ്ട് ഒറിജിനൽ അക്യുപഞ്ചറും ഈ വ്യാജ അക്യുപഞ്ചറും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ അക്യുപഞ്ചറിനെ എതിർക്കുന്നത്, ഈ വ്യാജ അക്യുപഞ്ചറിനെ എതിർക്കുന്നതെന്ന് വെച്ചാൽ ഇവർ കൊലപാതകികളാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇവർക്ക് ദീനുമായിട്ട് ബന്ധമില്ല, ഇവർക്ക് മെഡിസിനുമായിട്ട് ബന്ധമില്ല, ഇവർക്ക് യാതൊരു ഒന്നുമില്ല. കുറേ വ്യാജന്മാരുടെ പടച്ചുവിടുക എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഒരു മനുഷ്യൻ്റെ അനാട്ടമിയും ഫിസിയോളജിയൊക്കെ പഠിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണ് ഡോക്ടർമാരത് പഠിച്ചുണ്ടാക്കുന്നത്. 5 വർഷം MBBSഉം 2 വർഷം MD ഒക്കെ പഠിച്ചാൽ തന്നെ അവന് കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല മനുഷ്യൻ്റെ ശരീരശാസ്ത്രത്തെ പറ്റിയിട്ട്. എന്നാൽ അത്രയൊക്കെ പഠിച്ചാലാണ് ഒരു മിനിമം ഡോക്ടർ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഷോയബ് അലി കൊടുക്കുന്ന 1 വർഷത്തെ കോഴ്സ്. ഞായറും ശനിയും മാത്രമാണ് ക്ലാസ്സുകളുള്ളത്. ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ ആയിട്ടാണ് ക്ലാസ് ഉള്ളൂ. ആ ക്ലാസ് തന്നെ 3-2 മണിക്കൂറാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. ഒരാഴ്ചയിൽ 2 മണിക്കൂർ, 2 ദിവസം ക്ലാസ്, 3 മണിക്കൂർ വെച്ചിട്ട് 2 മണിക്കൂർ വെച്ചിട്ട് എന്ന് പറയുന്ന ഒരാഴ്ചയിൽ എത്ര എണ്ണം ഉണ്ടാവും? അങ്ങനെ നിങ്ങളൊരു മാസം കണക്ക് കൂട്ടുക. ആ മാസം നിങ്ങൾ 12 മാസമാക്കി മാറ്റുക. എത്ര മണിക്കൂറാണ് അവർ പഠിക്കുന്നത്? എത്ര സമയമാണ് ഇവർ പഠിച്ചത്? അതന്നെ ചിലപ്പോൾ സൂം മീറ്റിങ്ങിലാണ്. അത് പഠിച്ച ഉടനെ ഈ ഡിപ്ലോമയും കൊടുത്തിട്ട് എന്തിനും ഏതിനും ചികിത്സിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞ് ഈ ലഗോൺ കോഴിക്കുട്ടികളെ പടച്ചുവിടുന്നത് പോലെ കുറേ പെണ്ണുങ്ങളെയും കുറേ ആണുങ്ങളെയും പടച്ച് ഇറക്കിയിട്ട് ഇവരൊക്കെ ബോർഡ് വെച്ചിട്ട് അക്യുപഞ്ചർ ചികിത്സ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈ ബ്രസ്റ്റ് ക്യാൻസറായിട്ടും സ്ട്രോക്കായിട്ടും പ്രഷർ കൂടിയിട്ടൊക്കെ വരുന്ന അപകടകരമായ നിലയിലുള്ള രോഗികളെ ഇവർ ചികിത്സിക്കാൻ ധൈര്യപ്പെടുകയാണ്. ഇത് തെറ്റാണ്, ഇത് അപകടമാണ്, ഇത് അക്രമമാണ്, ഇത് നിർത്തണം. ഇതിനെതിരെ ഗവൺമെൻറ്റും ജനങ്ങളും ശക്തമായി രംഗത്ത് വരണം. ഇവരുടെ ബോർഡ് തന്നെ വലിച്ചു കയറി ഇവരൊക്കെ ചികിത്സിക്കുന്ന നാട്ടിൽ നിന്ന് മാറ്റണം. കാരണം ഇവർ ചെയ്യുന്നത് അക്രമമാണ്. ഇവർക്ക് അതിനുള്ള യാതൊരു യോഗ്യതയില്ല. ഇവർക്ക് അങ്ങനെ സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടാനുള്ള യോഗ്യതയില്ല, ഒന്നുമില്ല. ഇത് എന്തുകൊണ്ടോ സർക്കാർ കണ്ണടച്ച് അല്ലെങ്കിൽ സർക്കാരിൻ്റെ അലംഭാവം മൂലം ഇവരിങ്ങനെ പറന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷത്തിലും 10, 100, 300, 400 ആളുകളിലെയാണ് ഇവരിങ്ങനെ ഈ അടവെച്ച് വിരിച്ച് പുറത്തിറക്കുന്നത്. ഒരാൾക്ക് 70,000, 50,000 ഫീസാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തട്ടിപ്പിൻ്റെ മേഖല എത്രയുണ്ട്, വ്യാപ്തി എത്രയുണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ടാണ് ഇവർ ഇതിന് പ്രൊമോട്ട് ചെയ്യണമെന്നുള്ളത്. അക്യു മാസ്റ്റർമാർ എന്ന് പറഞ്ഞ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ വലിയ പൈസ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സംഘടന ശോഭിരൻ ഒരു കുട്ടിക്ക് 50, 60 ഒക്കെ വെച്ചിട്ട് 10, 100, 200 കുട്ടികളെ ഒരു മാസത്തിൽ ഒരു വർഷത്തിൽ പുറത്തിറക്കുമ്പോൾ എത്ര പൈസ ഇട്ടുണ്ടാവും. ഇത് വെച്ചിട്ട് ഇവർ എന്താ പറയുക, ഏത് രോഗത്തിനും വിരലിലേക്ക് ചൂണ്ടിയാൽ മതി, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി. ഇപ്പം ആലുവയിലുള്ള ആൾ ചെയ്യുന്നത് നിങ്ങൾ ഇട്ടിട്ടില്ലേ? ആലുവയിലുള്ള ആൾ എന്താ ചെയ്യണത്? ഫോട്ടോ അയച്ചു കൊടുക്കുക. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുവൈത്തിൽ ഇരുന്നിട്ടും UAE ഇരുന്നിട്ടും കാസർഗോഡ് ഇരുന്നിട്ടും ബോംബെയിൽ ഇരുന്നിട്ടും ന്യൂയോർക്കിൽ ഇരുന്നിട്ടും ഇയാൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക വാട്സപ്പിൽ. ആ വാട്സപ്പ് ആൾ നോക്കുന്നു, ഉടനെ തന്നെ അതിൻ്റെ ബാക്കിൽ 550 രൂപ അല്ലെങ്കിൽ 250 രൂപ 350 രൂപ എന്ത് ചെയ്യുക, ജിപേ ചെയ്യുക. ജിപേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇയാൾ ഉടനെ ചികിത്സിക്കും. എന്താണ് ചികിത്സിക്കുന്നത്? ഇതിനെന്ത് കാര്യകാരണ ബന്ധമുള്ളത്? ഇതെന്ത് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഒന്ന് ആലോചിച്ച്. ബുദ്ധിപരമായിട്ട് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ? ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരാളെ ഫോട്ടോ അയച്ചു കൊടുത്ത് ചികിത്സിക്കാന്ന് പറഞ്ഞാൽ ഇതെന്താ ചാപ്പൻ സേവേ? അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ എന്ത് ചെയ്താലും അതിനൊന്നൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ വന്നതുകൊണ്ടാണ്, നിയമം ശക്തമല്ലാത്തതുകൊണ്ടാണ് ഈ രൂപത്തിൽ ആളുകൾ ഇടപെടുന്നത്. അതുകൊണ്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇസ്ലാമുമായിട്ട് ഈ വ്യാജ അക്യുപഞ്ചർ ചികിത്സക്ക് ഇപ്പോൾ ഈ കൊലപാതകത്തിന് കൂട്ടുന്നിരിക്കുന്ന ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ഷോയബ് അലിൻ്റെ ടീമിന് ഇസ്ലാമുമായിട്ട് ആ ചികിത്സയായിട്ട് ബന്ധമൊന്നുമില്ല. 2, ഒറിജിനൽ അക്യുപഞ്ചറുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. 3, ഇവർ കൊലപാതകികളാണ്, ഇവരെ എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇവർ എല്ലാ രോഗത്തിനും ഈ 6 മാസം പഠിച്ച കോഴ്സും എടുത്തിട്ട് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന അപകടകരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത് നിർത്തേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.